ADGP MR അജിത് കുമാറിനെതിരെ DGP ശുപാർശ ചെയ്ത വിജിലൻസ് അന്വേഷണത്തിൽ ഉടൻ തീരുമാനമുണ്ടായേക്കും. പ്രത്യേക അന്വേഷണ സംഘത്തലവനായി DGPക്ക് അജിത് കുമാർ നൽകിയ മൊഴി കൂടി പരിഗണിച്ചായിരിക്കും ശുപാർശ മുഖ്യമന്ത്രി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുക. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, ആഡംബര വീട് നിർമ്മാണം തുടങ്ങി PV അൻവർ MLA നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിന് ശുപാർശ നൽകിയത്. ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിശദാംശങ്ങൾ. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ഇന്നലെ ഒരു അസാധാരണമായിട്ടുള്ള നീക്കം തന്നെയായിരുന്നു ADGPയുടെ മൊഴിയെടുക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് നടന്ന സംഭവം. എന്തായാലും ഇനിയിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടായേക്കും, ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ PV അൻവർ MLA ഉന്നയിച്ച കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലുള്ള സാധ്യതയുണ്ടാവുക? നിലവിൽ വിജിലൻസ് അന്വേഷണം പ്രധാനമായി ലക്ഷ്യമിടുന്നത് MR അജിത് കുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം, ബന്ധുക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവ മാത്രമാണ്. PV അൻവർ ഉന്നയിച്ച മറ്റ് ചില വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കൊലപാതകം കൂടാതെ കൊലപാതകത്തിന് കൂട്ടുനിന്നു, മാമി തിരോധാനത്തിന് പങ്കുണ്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ തുടങ്ങിയവയൊന്നും വിജിലൻസിലേക്ക് കൈമാറാനുള്ള സാധ്യതയില്ല. എന്തായാലും അക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് ADGP MR അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. അത് പരാതിക്കാരൻ എന്ന നിലയിലുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കാരണം MR അജിത് കുമാറും DGPക്ക് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങോട്ട് കത്ത് നൽകിയിരുന്നു. ആ രീതിയിൽ അങ്ങോട്ട് കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറും ഒരു പരാതിക്കാരനാണ്. ആ നിലയിൽ മാത്രമാണ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ പ്രധാനമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ MR അജിത് കുമാർ DGPയെ ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. തനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, തനിക്കെതിരെ ഇത്തരം ആരോപണം വരാനുള്ള സാഹചര്യം എന്താണ്, അതിലെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം DGPയെ ധരിപ്പിച്ചു. അതോടൊപ്പം തനിക്ക് എല്ലാ വിഷയങ്ങളും, പ്രത്യേകിച്ച് PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കവടിയാർ കൊട്ടാരത്തിൻ്റെ ഭാഗമായുള്ള സ്ഥലം വാങ്ങുകയും അവിടെ കൊട്ടാര സമാനമായ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അടക്കമുള്ള ആരോപണം, അതിനോട് ചേർന്ന് മറ്റൊരു 12 സെൻറ്റ് സ്ഥലം MR അജിത് കുമാറിൻ്റെ സഹോദരൻ വാങ്ങി എന്നുള്ള ആരോപണം, അതിലും സമാനമായ ഒരു വീട്, കൊട്ടാര സമാനമായ വീട് നിർമ്മിക്കുന്നു എന്നുള്ള ആരോപണം, ഇവയ്ക്കെല്ലാം കൃത്യമായ മറുപടി നൽകാൻ താൻ തയ്യാറാണ്. അത് എഴുതി നൽകാനും അതിൻ്റെ വിശദമായ രേഖകൾ നൽകാനും തയ്യാറാണ്. അതൊപ്പം